ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും SajuS ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വലുപ്പത്തിൽ കനം കുറച്ച് ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അത് കുറച്ചൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്കതൊന്ന് ഇളക്കി എടുക്കാം. കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് സോഫ്റ്റായി ഒരു ഫ്രൈ ആയ രീതിയിലാവണം. അതിൻ്റെ കളറൊന്നും അങ്ങോട്ട് ചേഞ്ച് ആവേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് മാത്രം കിട്ടിയാൽ മാത്രം മതി. നമുക്കത് ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വരണം. ആ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനൊരു വലിയ പൊട്ടാറ്റോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു അളവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് അങ്ങോട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവോള, അതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അരിഞ്ഞിട്ട് എടുക്കാം. ഇതുപോലെ അങ്ങോട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഒരേ ഒരു രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു രീതിയിൽ നമുക്കത് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് സവോള അതേപോലെ തന്നെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു നമുക്കറിയാമല്ലോ, സവോളയ്ക്കൊക്കെ ഒരു സ്മെല്ലുണ്ട്, ഒരു പച്ച സ്മെല്ലുണ്ട്. അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ഒന്നങ്ങോട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ല്, അതൊന്ന് ഇങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലൊക്കെ നമുക്കറിയാം. ആ ഒരു സമയം ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് നമുക്കിത് തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ആയാലും സവോള ആയാലും ഉരുളക്കിഴങ്ങായാലും ഒക്കെ ഒരേ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്നങ്ങോട്ട് സോഫ്റ്റായി വരണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂണോളം ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കണില്ല. കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിട്ട് മസാല അങ്ങനത്തെയൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു ടേസ്റ്റിലല്ല നമ്മൾ ചെയ്യണേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ആ കുരുമുളകിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലൊരു സോഫ്റ്റായ രീതിയിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ താഴെ നമുക്കതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈമൊക്കെ നമ്മളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് നിരത്തി വെക്കുക. നമ്മുടെ പാനിൽ ഇതേപോലെ അങ്ങോട്ട് നിരത്തി എല്ലായിടത്തും ഒരേപോലെ അങ്ങോട്ട് നിരത്തി വെക്കുക. അതിനുശേഷം അതിലേക്ക് ഓരോ മുട്ടയായിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതേപോലെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ മുട്ടയൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 മുട്ടയാണ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി അതിന് മുകളിലായിട്ട് അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കുക. നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കുരുമുളകൊക്കെ ചേർത്തതാണ്. എന്നിരുന്നാലും ആ മുട്ടയുടെയൊക്കെ മുകളിലേക്ക് കുറച്ചൊന്ന് എടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്, ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു പ്രത്യേകതയാണ്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് പച്ചമുളക് നെടുകെ ഒന്ന് കീറിയിട്ട് ഇതേപോലെ ഇങ്ങോട്ട് അവിടെ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിൽ താഴെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മുട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ യോക്ക് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അതിനനുസരിച്ച് നമ്മൾ വേവിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഇവിടെ അങ്ങനെ ഉള്ളതല്ല, അതിൻ്റെ പേരെന്ന് പറയുന്നത് അഫ്ഗാനി ഓംലെറ്റ് എന്നാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കുകയും ചെയ്യും. അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്. നമുക്ക് വളരെ കുറച്ച് ചേരുവകളെ ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ബണ്ണിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെയുള്ള സംഭവങ്ങളുടെ കൂടെയൊക്കെ നമുക്കിത് ഈ ഒരു ഓംലെറ്റ് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാനിതിപ്പോൾ ബണ്ണിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.